നമസ്കാരം. ഇന്ന് നമ്മള് ഓണം നബിദിനം ആഘോഷിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങള് കൂട്ടുകാര് കൂടിയിട്ട് ചെറിയ ഒരു ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഒരു കാര്യമാണ്. ആക്ച്വലി ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പാട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലാവും ചെയ്യും. നെക്സ്റ്റില് ഞങ്ങള് ഒന്നും കൂടി നല്ല രീതിയിൽ ആക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കുക. ഞാനും അഫ്സല് സോഫി 3 പേരും പിന്നെ നമ്മളെ കുഞ്ഞുമോളും ഉണ്ട്. ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമന്റ്സും കുറവുകൾ എന്തെങ്കിലും ഉണ്ട് അതും പറയാം. കുറവ് എന്തായാലും ഉണ്ട്, എല്ലാരും ക്ഷമിക്കുക. ആദ്യമായിട്ടാണ്, കാരണം ആദ്യത്തെ തുടക്കമല്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വളർന്നു വരുന്നത്. അപ്പൊ ഹാപ്പി ഓണം. ബൈ ബൈ. ഹാപ്പി Happy ഓണം. നബിദിനം. ഹാപ്പി നബിദിനം. അടിച്ചു പൊളിക്കുക. ആ സുർജു എന്റെ നേരം നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കാൻ പോയി. നാട്ടിൽ ഓണൊക്കെ അല്ലേ, നമ്മളില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അതെ അതെ, ഓണക്കിടമേള് നമ്മളില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ നടക്കും. പറയുന്നത് ശരിയാണ്. എന്തൊരു സന്തോഷമായി കാരണം നടന്നിട്ടേ. ആ മോളെ എന്തോ നോക്കട്ടെ അച്ഛനെ ഇതാ. കുട്ടി മാമുണ്ടാ? കുട്ടി മാമുണ്ടല്ലോ, നിങ്ങൾ അച്ഛൻ വിളിക്കണ്ടേട്ടാ. ഒരുമ്മട്ടേക്ക് ശരിട്ടാ. രാജി എവിടെടാ? സൈറ്റിലാണോ? എന്താണ് ചേട്ടനൊക്കെ വർക്കൊക്കെ നടക്കുന്നില്ലേ? ഓക്കെ. അളെ ഒരു ചെറിയ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി വർക്കിനൊക്കെ 2-3 ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്നും നടന്നില്ല. ഞാൻ പെട്ടെന്ന് നടക്കുന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ലടാ. ഞാൻ വിളിച്ചെന്താ വെച്ചെങ്കിലേ ഫോണില്ലടാ. നാളെ ഒന്നും കൊടുത്തയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനോ പിടിക്കാൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സഹായിക്കാനുണ്ടാവോ ചെറുതായിട്ട്? ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ നാളെ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇല്ലേ? കുഴപ്പമില്ല. ഇല്ല അതും കുഴപ്പമില്ല. കാരണം കിട്ടെ തിരക്കില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി കേട്ടാ. ശരി, ഓക്കെ. എന്താ ചൂട് മോനെ, ഹ്യൂമിഡിറ്റി നല്ല കുടിക്കണട്ടാ. എന്തായി പർച്ചേസിംഗ് കഴിഞ്ഞ അവസരം? പർച്ചേസിങ് കുറച്ചൊക്കെ കഴിഞ്ഞ്. എയർപോർട്ടേക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഉറക്കം വരുന്നില്ല. എയർപോർട്ടിലും കൊണ്ട് ഇവിടെ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. എന്തായാലും ഒന്ന് പോണം. കൂട്ടുകാര് ഒരുപാട് നാട്ടിൽ പോയി. പിള്ളേര് വിളിച്ചോണ്ടിരിക്കുക. എന്തായാലും നാട്ടിൽ പോകണം. പിന്നെ നബിദിനാണ് കല്യാണം. അതേപോലെ നമ്മളെ നാട്ടിലെ ഏറ്റവും നബിദിനത്തിന്റെ തലേ ദിവസം നമ്മളെ സെയിം കല്യാണം തലേ ദിവസം പോലൊക്കെയാണ്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. പോവാം. എന്തേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അച്ഛൻ കഞ്ഞി കുടിക്കണം. അച്ഛനെ ഒരു ജോലിക്ക് പോകണം. അച്ഛൻ ജോലി നോക്കാൻ വേണ്ടി പോവാണ്. എന്താ അച്ഛന്റെ കൂട്ടുകാരെ വന്നപ്പോ അച്ഛൻ കൊടുത്തയച്ച കൊറേ ഡ്രസ്സും ചോക്ലേറ്റും ഒക്കെ കിട്ടി. ആര് വന്ന്?
അച്ഛന്റെ കൂട്ടുകാരൻ. അച്ഛന്റെ കൂട്ടുകാരനാ? അച്ഛൻ പൊളിക്കട്ടാ, അച്ഛൻ പൊളിക്കാം. അഫ്സൽക്ക? ആ ഹലോ. അഫ്സലേ, പറയൂ. നീ വീട്ടിൽ പോയിരുന്നോടാ? അതെ, ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു. മക്കളെ കണ്ടു, ഭാര്യനെ കണ്ടു, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ നമ്മളൊരു സന്തോഷമല്ലേ. ഇത് നിങ്ങൾ കൊടുക്കണ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ കൂട്ടിയാൽ മതി. ഞങ്ങൾക്കറിയാലോ രാജേഷ് ഭായിയുടെ അവസ്ഥ. ഞാനും സുർജിത്തും എന്നും കാണണല്ലേ നിങ്ങളെ. അപ്പം അതൊന്നും ഒരു വിഷമം വിചാരിക്കണ്ട, അവരൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. പിന്നെ ഓണം നബിദിനെ കൂടി ഒരുമിച്ചിട്ട് വന്നിക്കല്ലേ, എല്ലാവരും കൊണ്ട് ആഘോഷിക്കട്ടെ. നമ്മളൊക്കെ ഒരു കൂട്ടല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ലേ, നമ്മളൊരു കൂട്ടാണ്.